നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഉള്ളിയല്ല, ബീഫാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതിക്കാരിൽ നിന്ന് 30 കോടി സംഭാവന സ്വീകരിച്ച് BJP. ആഹാ, എന്ത് സുന്ദരമായിട്ടുള്ള വാർത്ത അല്ലേ. എന്നിട്ട് ഈ ബീഫിന്റെ പേരിലാണ് ഈ കണ്ട ജനങ്ങളെ മുഴുവൻ തല്ലിക്കൊല്ലുന്നത്. ഇപ്പൊ റമദാനൊക്കെ ആയതുകൊണ്ട് ബീഫിന് ഭയങ്കര വിലക്കയറ്റമാണ്. പോരാത്തതിന് കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ഒരു മുണഞ്ഞ സിനിമ ഇറങ്ങിയത് കാരണം സാധാരണക്കാരനൊന്നും ബീഫ് മേടിച്ച് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം 450 രൂപയ്ക്കാണ് ഇപ്പോൾ 1 കിലോ ബീഫിന്റെ വില എന്നുള്ളത്. പിന്നെ ഇവിടെ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസത്തിലോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഏതെങ്കിലും സ്വകാര്യ കാര്യങ്ങളിൽ കയറി ഇടപെടുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചോ? സത്യത്തിൽ നമ്മുടെ ഈ കേരളത്തിലെ ചില മരപ്പൊട്ടന്മാരായിട്ടുള്ള നാലാംകട മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞ ചില ഊളകളുണ്ട്. ഇവന്മാര് നേരം വെളുക്കുമ്പോഴത്തേക്ക് മുസ്ലിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്ന കുറേമാരുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടാൻ വേണ്ടി നമ്മുടെ മറ്റേ കള്ള് കച്ചവടക്കാരനായിട്ടുള്ള ഒരു വൃത്തികെട്ട ഊളുണ്ടല്ലോ, ആ സമുദായത്തിന് ഒരു ഗുണവും ഇല്ലാത്ത ഒരുതൻ, അവൻ ഉറക്കം എഴുന്നേക്കുമ്പോൾ തന്നെ മുസ്ലിങ്ങൾ എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞാൽ എണ്ണിക്കുന്ന. എൻ്റെ ഒരു ബലമായ സംശയം, ഏതെങ്കിലും ഈ എച്ച് മുസ്ലിം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഹാരിഫ് ഹുസൈൻ, ലിയാക്കത്ത്, മറ്റേ നുസ്രത്ത്, ഇങ്ങനെയുള്ള ചില എച്ച് മുസ്ലിമുകളുണ്ട്. അപ്പൊ ഈ എച്ച് മുസ്ലിങ്ങൾ വല്ലം കയറി പണിതാണോ ഇവൻ ഈ നാഴികയ്ക്ക് 40 വട്ടം ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്ക് കയറുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ട്. എന്താണ് ഈ എച്ച് മുസ്ലിമിനോട് ഇത്രയും ദേഷ്യം ഇവൻ, അല്ലെങ്കിൽ ഈ മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ ഇവൻ എന്താ ഇത്ര വിറയൽ അറിയത്തില്ല. ഇതേ ഒരു മുസ്ലിം ആരനല്ലോ നിന്റെ മകനെ അവിടുന്ന് ഇങ്ങോട്ട് ഒരു പോറൽ പോലും ഇല്ലാതെ ഇങ്ങോട്ട് പൊക്കിക്കൊണ്ട് വന്നത്. അന്ന് ഇവന് മുസ്ലിം ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പം ഇലക്ഷനൊക്കെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ അച്ഛനും മോനും നേടിയെടുക്കാൻ വേണ്ടിയാണ് ഇമ്മാതിരി മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് കയറി ചൊറിയുന്നത്. ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങളെ കൊണ്ടല്ലോ തൂക്കിയെടുത്ത് അകത്താക്കാൻ നട്ടലുള്ള ആംബിയറുള്ള ഒരു സർക്കാരാണ് നമ്മുടെ നാട്ടിൽ ആവശ്യം. ഇതൊക്കെ വല്ല തമിഴ്നാട്ടിലായിരുന്നും കൊണ്ടല്ലോ കാലേ വരി ഇവനൊക്കെ നിലത്തടിച്ചേനെ. എടാ, ഏത് പല എങ്ങോട്ട് പോയാലും ഉടനെ ഇവൻ വരും മുസ്ലിം. എന്നിട്ട് മുസ്ലിങ്ങൾ ഇവനെ കയറി ഉണ്ടാക്കിയ എന്ത് നാറിയ വർത്താനമാണ് ഇവൻ വന്നിരുന്നുണ്ട് ഇങ്ങനെ നിന്നുണ്ട് ഈ ചാനലിന്റെ മുമ്പിൽ. ഇതിന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇവന്റെ ലേറ്റസ്റ്റ് മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഈ വിശ്വാസത്തിന്, ഹിന്ദുക്കളുടെ വിശ്വാസത്തിനിടയിലാണല്ലോ ഈ എല്ലാവരും കയറി ഇറങ്ങുന്നത്. ബാക്കിയുള്ള വിശ്വാസത്തിൽ ആരും, മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൽ ആരും കയറുന്നുണ്ടോ? ക്രിസ്ത്യാനികളുടെ എന്ത് വിവാദം? മുസ്ലിങ്ങളിൽ ആരും ഇടപെടുന്നില്ല. ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൽ ആരെങ്കിലും ഇടപെടുന്നുണ്ടോ? എവിടെയാണ്? ഞാൻ നോർത്ത് ഇന്ത്യയിലല്ല, ഇവിടെയാണ് നിൽക്കുന്നത്. അതൊക്കെ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ തീരുമില്ല. തന്ത്രിയും കാണുകയില്ല, ശബരിമലയും കാണുകയില്ല. ഇതിപ്പോൾ വോട്ടിന് വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ അവർക്ക് പ്രതിപക്ഷത്തിന് സാധിച്ചു എന്നുള്ളത് നേരാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടത്ര ഭരണകക്ഷിക്ക് സാധിച്ചിട്ടുമില്ല. അതാണ് നേര്. അതെ, അതിന് അപ്പീൽ പോകാമല്ലോ. ഹൈക്കോടതി പോകാൻ പാടില്ലെന്ന് ഒരു വിധിയെ ശരിയല്ലെന്ന് തോന്നുന്നവർക്ക് അപ്പീൽ പോകാൻ തീർച്ചയായിട്ടും അവകാശമുണ്ട്, പോകാം. താഴെ കുഴിച്ചതിന് എതിരായിട്ട് എത്രയോ വിധികൾ മുകളിൽ വന്നിട്ടുണ്ട്. ഈ വിധി താഴെ അദ്ദേഹത്തിന് അനുകൂലമായിരുന്നെങ്കിൽ മുകളിൽ പ്രതികൂലമായി വരാൻ പാടില്ലേ? അത് വരാം. ഈ ശബരിമല വിഷയത്തിൽ വിശ്വാസത്തിന്റെ വഴിക്കും രാഷ്ട്രീയത്തിന്റെ വഴിക്കും വിടണമെന്നാണ് അഭിപ്രായം. അത് നല്ല കാര്യമാണ്. വിശ്വാസം അനുസരിച്ച് ചെയ്യട്ടെ. അതിനകത്ത് ഒരുപാട് കടന്നു കയറുന്നത്, രാഷ്ട്രീയക്കാർ കടന്നു കയറുന്നത് വിശ്വാസികൾക്ക് ഇഷ്ടമല്ല, സാധാരണക്കാരും ഇഷ്ടപ്പെടുന്നില്ല. വിശ്വാസത്തിന് വഴിക്ക്. പക്ഷേ ഈ ഹിന്ദുക്കളുടെ വിശ്വാസത്തിനിടയിലാണല്ലോ ഈ എല്ലാവരും കയറി ഇറങ്ങുന്നത്. ബാക്കിയുള്ള വിശ്വാസത്തിൽ ആരും, മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൽ ആരും കയറുന്നുണ്ടോ? ക്രിസ്ത്യാനികളുടെ എന്ത് വിവാദം? മുസ്ലിങ്ങളിൽ ആരും ഇടപെടുന്നില്ല. ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൽ ആരെങ്കിലും ഇടപെടുന്നുണ്ടോ? എവിടെയാണ്? ഞാൻ നോർത്ത് ഇന്ത്യയിലല്ല, ഇവിടെയാണ് നിൽക്കുന്നത്. നമ്മളിവിടെ അതൊന്നും ഇടപെടാറില്ല. അവിടെ ഹിന്ദുക്കൾ അവരുടെ വഴിക്ക് വിടുക, ക്രിസ്ത്യാനിയുടെ വഴിക്ക് വിടുക, മുസ്ലിങ്ങളെ അവരവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എന്ന നിലയിൽ വിടുന്നതല്ലേ നല്ലത്. ഇപ്പോൾ മുൻകൈ എടുത്തിരിക്കുന്നത് മാർക്കറ്റ് ചെയ്യാൻ നല്ലപോലെ UDF സാധിച്ചിട്ടുണ്ട്, LDF സാധിച്ചിട്ടില്ല. അതായത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് മേഖല പരിശോധിച്ചാലും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF നല്ല രീതിയിലുള്ളൊരു മേൽക്കൈ ഉണ്ടാകുമെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ആവണക്കണയിൽ കടവിറങ്ങിയവന്റെ നയമില്ലേ, ആ പരിപാടിയാണ് ഇപ്പോൾ ഇയാളെ പൊക്കി പിടിച്ചുകൊണ്ടുള്ളത്. അതായത്
ഇനിയിപ്പോൾ CPM-നെ പിന്തുണച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് കേരളത്തിൽ നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ UDF-ന്റെ കൂടെ നിൽക്കണം. ഇതും ഒരു രാഷ്ട്രീയ. സത്യത്തിൽ ഈ ശബരിമല വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹൈന്ദവ മത വിശ്വാസത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ ചൊറിയാൻ വരുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വാർത്ത അവരുടെ വിശ്വാസപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ആചാരപരമായോ അവരുടെ ക്ഷേത്രങ്ങളുടെ ഇതിലോ ഇപ്പൊ ഈ ശബരിമല കൊള്ള നടത്തിയത് വല്ല മുസ്ലിങ്ങൾ വല്ല ആണോ? എടാ, അവിടുത്തെ പൂജാരിയും അവിടുത്തെ തന്ത്രിയും അവരുടെ കൂടെ നിൽക്കുന്നവരും ദേവസ്വം ബോർഡ് അംഗങ്ങളൊക്കെ അല്ലേ ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ പേര് പോലും അതിനകത്ത് പറയാനുണ്ടോ? ഉറക്കം എണ്ണീക്കുന്നത് മുതൽ കണ്ണടയ്ക്കുന്നത് വരെ ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് ചീർത്ത് കൊഴുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സാധനം കേരളത്തിന്റെ പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കണം. ഇവനെയും പ്രഖ്യാപിക്കണം. മറ്റവനുണ്ടല്ലോ പൂഞ്ഞാറിന്റെ ഒരു വിഴുപ്പ് പാണ്ഡം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന രാജ്യത്തിന് അപമാനമാണ് ഇവനൊക്കെ. കാരണം രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവ് പെണ്ണുങ്ങളുടെ തോളെ കൈയിട്ടുകൊണ്ടാണ് നടന്നിരിക്കുന്നത്. രാജ്യത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ത് നേടിയെന്നൊക്കെയാണ് ഇവൻ ചോദിച്ചത്. ബ്രിട്ടീഷുകാർ അവർ ഇട്ടിട്ട് പോയതാണ്. ബ്രിട്ടീഷുകാർ പണ്ട് ഇട്ടിട്ട് പോയിട്ടുള്ള സാധനങ്ങളാണ് ഇവനെ പോലെ ചില കാസാക്കൂസന്മാര്. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയാണ്. ഇവർ രണ്ടുപേരും നമ്മുടെ കേരളത്തിലെ മലയാളികളെ പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള മരപ്പോത്തുകളാണ്. സത്യം എന്ത് പറഞ്ഞാലും അവിടെ ഉടനെ മുസ്ലിമും. കാരണം മുസ്ലിങ്ങൾ ഇവനെ കയറി എന്തെങ്കിലും ഉണ്ടാക്കിയ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇവൻ എന്തെങ്കിലും ചൊറിയാൻ ചെല്ലുന്നുണ്ടോ? വേണ്ട. ഇനിയിപ്പോൾ SNDP സംഘടന, ആ സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു മുസ്ലിം അഭിപ്രായം പറയാൻ പോയിട്ടുണ്ടോ? അവർക്ക് കൂടുതൽ കോളേജുകൾ അനുവദിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് കുറെ സ്കൂളുകൾ അനുവദിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ ആവശ്യങ്ങളൊക്കെ വെട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം നേതാക്കന്മാർ വന്ന് പറയുന്നത് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ക്രൈസ്തവന്റെയും മുസൽമാന്റെയും നെഞ്ചത്തേക്ക് ഇങ്ങനെ ഇടിച്ചിടിച്ച് ഇങ്ങനെ കയറാൻ വേണ്ടി ഇതെന്താ മറ്റേ ഫുട്ബോൾ ഗ്രൗണ്ട് വല്ലതാണ്? സത്യത്തിൽ ഇതിനൊന്നും പ്രതികരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇവൻ നാഴികയ്ക്ക് 40 വട്ടം ഇങ്ങനെ കയറിയിട്ട് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കേരളത്തിലെ പൊതുസമൂഹം ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. SNDP എന്ന് പറഞ്ഞാൽ ആ ഒരു സംഘടനയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഈഴവ സമുദായം, ആ സമുദായം ഇവനെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കേസിന്റെ കാര്യമൊക്കെ പൊങ്ങി വരുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ UDF-നോട് എങ്ങാനും UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വരുമെന്നാണ് അവന്റെ ആ ഒരു വിലയിരുത്തൽ. വരുമ്പോഴത്തേക്ക് എങ്ങാനും ഇനി ഇവനെ പൂട്ടിയാലോ? ഇപ്പൊ ഞങ്ങളുടെ പിന്തുണ കൊണ്ടാണ് നിങ്ങൾ ജയിച്ചതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ അതിനകത്ത് മുസ്ലിം എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ആ വാർത്തയ്ക്ക് പ്രാധാന്യം കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ആ വാർത്ത 10 ആൾ ശ്രദ്ധിക്കത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ പുട്ടിന് പീരയിടുന്ന കണക്ക് എല്ലായിടത്തും കൊണ്ടുവന്നിട്ട് മുസ്ലിമിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇവൻ പ്രതിഷ്ഠിക്കുന്നത്. ഇവനെ കുറിച്ചിട്ട് ഇനി എന്താണ് നമ്മൾ പറയേണ്ടത്? മഹാനായിട്ടുള്ള ഗുരുദേവന്റെ ആദർശങ്ങളെ വിറ്റ് ജീവിക്കുന്ന, കള്ള് കച്ചവടം ചെയ്യുന്ന, ആ ഗുരുദേവനെ ഇത്രയധികം മോശമായി ചിത്രീകരിക്കുന്ന ഒരുത്തൻ ഈ ഈഴവ സമുദായത്തിൽ വേറെ ഒരാളുണ്ടാകത്തേയില്ല. എന്തായാലും നല്ല ശ്രീനാരായണ വിശ്വാസികളൊന്നും ഇവനെ ഉൾക്കൊള്ളത്തുമില്ല, ഇവന്റെ വാക്കുകൾ കേൾക്കത്തുമില്ല. ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും ഈ പറയപ്പെടുന്നവന്റെ വാർഡിൽ ഈ BGDS എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ മോൻ, കേന്ദ്രത്തിൽ മറ്റേ നരേന്ദ്രമോദിജിയായിട്ട് ഒത്തുനിൽക്കുന്ന. കാരണം കേരളത്തിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ CPM ഉണ്ടാവും, കേന്ദ്രത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ BJP ഉണ്ട്. അപ്പൊ രണ്ടുപേർക്കും അച്ഛനും മകനും സേഫ് സോണിൽ കിടന്ന് ഇങ്ങനെ കളിക്കാം. ഭയങ്കര ബുദ്ധിമാനായിട്ടുള്ള ഒരു വൃത്തികെട്ട വർഗീയവാദിയാണ് ഇവനെപ്പോലൊരു വർഗീയവാദി ഇനി കേരളത്തിൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കണം. ഇത്രയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മനസ്സിന് സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.